Ramadan Virna 2025. Powered by Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK. സമ്പത്തും സന്താനവും ഐഹികമായ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്കാണ് നിന്റെ നാഥൻ്റെ അടുത്ത് ഉത്തമമായ പ്രതിഫലം. നല്ല പ്രതീക്ഷയും അതുതന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ ഈ വരികളുടെ കൂടെ നമുക്ക് തുടങ്ങാം റംലാൻ വിരുന്ന് 2025. റംലാൻ വിരുന്നിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുഹമ്മദ് ബസ്താമി വാഫി ലണ്ടനിൽ ദീനി പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖിനാൽ നമ്മൾ റമദാനിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ കുല്ലി കൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. പ്രവാചകരെ, അങ്ങ് എനിക്കൊരു വാക്യം പറഞ്ഞു നൽകണം. അത് ഞാൻ മറ്റാരോടും ചോദിച്ചിട്ടില്ല, അങ്ങിൽ നിന്ന് മാത്രമാണ് എനിക്കത് ലഭിക്കേണ്ടത് എന്ന്. ആ സമയത്ത് ആ സ്വഹാബിയോട് പ്രവാചകർ പറയുന്നുണ്ട്, കുൽ, നീ പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല എന്ന് പറ. ഫസ്തഖിം കമാ ഉമിർത്, എന്നിട്ട് നിന്നോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നീ നിലകൊള്ളൂ എന്ന്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാസമാണ്. പ്രവാചകരുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ കൂടുതൽ കൊണ്ടുവരേണ്ട മാസമാണ് റമദാൻ എന്നുള്ളത്. എന്നാൽ എത്ര പേർക്ക് നമ്മൾ കൂട്ടത്തിൽ സാധിക്കുന്നുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്ന ഓരോ സുന്നത്തും ഒരു വിശ്വാസിക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിനും നമ്മുടെ മുമ്പിലുള്ള ഒരു ഉദാത്ത മാതൃക എന്നുള്ളത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്, അവിടുത്തെ ചര്യയാണ്. പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള മക്കക്കാർ പറയുന്നുണ്ട്, അബൂബക്കറെ, നിൻ്റെ കൂട്ടുകാരൻ ഇതാ പലയിടത്തും പോയി വന്നിട്ടുണ്ട്, ആകാശാരോഹണമൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുഹമ്മദാണോ അത് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അത് നടന്നിട്ടുണ്ടാകുമെന്നുള്ളതാണ്. കാരണം പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനാണ്. ഏവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന സത്യം മാത്രം പറയുന്ന പ്രവാചകരാണ്. അപ്പോൾ സത്യം പറയുക എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല പ്രവാചകരുടെ സുന്നത്ത്, അവിടുത്തെ അനുധാവനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും നമുക്കുണ്ടാവേണ്ട ഏറ്റവും സവിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നബിയുടെ സുന്നത്തെല്ലാം പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ചായക്കടായിയുടെ ഭക്ഷണ സീക്രട്ടിനെ കുറിച്ചാണ്. നല്ല അടിച്ച ചായയും നൂൽ പൊറോട്ടയും സുലൈമാനിയും മുതൽ നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഏറ്റവും ക്വാളിറ്റിയിൽ കൂടി തരുന്ന ചായക്കടായിയുടെ ഭക്ഷണ വിജയത്തിൻ്റെ സീക്രട്ട് നമുക്കിന്ന് പങ്കുവയ്ക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചായക്കടായിയുടെ ഒരു സക്സസിൻ്റെ സീക്രട്ട് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ബ്രാഞ്ച് വന്നപ്പം നമ്മൾ മെനുവിലാണെങ്കിലും നമ്മളെ കുസൈനിലാണെങ്കിലും കുറച്ച് ആഡ് ഓൺസ് ഉണ്ടാക്കി. കാരണം ഇപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ സീ ഫുഡ് ഐറ്റംസ് ഇല്ല, തന്തൂരി ഇല്ല, നോർത്ത് ഇന്ത്യൻ ഇല്ല. നമ്മളിപ്പം ഓരോ ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഓരോരോ ഐറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം ഓരോ വട്ടവും നമ്മൾ മെനു പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഓരോ ബ്രാഞ്ചിനും ആ ഐറ്റങ്ങളെ കീപ്പ് ചെയ്ത് തന്നെ പുതിയ ഓരോ ബ്രാഞ്ചിനും സ്പെസിഫിക് ആയിട്ട് ഓരോ പുതിയ ആഡ് ഓൺസ് കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പം എക്സാമ്പിൾ ഇപ്പം ഇൽഫഡ് ബ്രാഞ്ച് എടുത്താൽ, ഇപ്പം സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങിയ ഇൽഫഡിൽ മാത്രം നമ്മൾ റെസ്റ്റോറൻറ്റിനെ നെയിം ചെയ്തത് ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ചെയ്യാൻ പറ്റി. കുറേ സീ ഫുഡ് ഐറ്റം കയറ്റാൻ പറ്റി. സീ ഫുഡ് ഐറ്റംസ് ഈ മെയിനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫിഷും കവർ ചെയ്യുക. കിങ് ഫിഷ്,
ആവോലി, കരിമീൻ, അങ്ങനെ കുറേ നെത്തോലി, അങ്ങനെ എല്ലാ മീനുകളെയും വിഭവങ്ങൾ നമ്മൾ മെനുവിൽ ആഡ് ചെയ്തു. ഇപ്പം സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമ്മൾ നെയിം ചെയ്ത് സീ ഫുഡ് വിഭവങ്ങളെ നമ്മൾ മെനുവിൽ ആഡ് ഓൺ ചെയ്ത് അതിൽ നമ്മൾ ഏറ്റവും വെറൈറ്റി ആയിട്ട് ആഡ് ഓൺ ചെയ്തത് നമ്മൾ ലോബ്സ്റ്റർ മന്തി എന്ന് പറഞ്ഞൊരു പുതിയ ഡിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ലോബ്സ്റ്റർ മന്തി എന്ന് പറഞ്ഞാൽ ലോബ്സ്റ്റർ അങ്ങനെ റെയറായിട്ട് മാത്രം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. അപ്പം നമ്മളത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എല്ലാവർക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോബ്സ്റ്റർ മന്തി എന്നുള്ള വിഭാഗത്തിൽ ഇപ്പം ഇന്ത്യൻ മസാലയും, അതായത് ഓൾമോസ്റ്റ് നമ്മളെ സൗത്ത് ഇന്ത്യൻ നാടൻ മസാലയിൽ അറബിക് മന്തി റൈസിൻ്റെ മേളിൽ അത് വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രൈസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു ലോബ്സ്റ്റർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 14-16 പൗണ്ട്സ് ആണ് നമുക്ക് കോസ്റ്റ് വന്നിരുന്നത്. നമ്മൾ വിത്ത് മന്തി അത് 16 പൗണ്ട്സിനാണ് വിറ്റിരുന്നത്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെ മെനുവിൽ ഒരു ഫാൻറ്റസി മീലായിട്ട് വെച്ച് അത് ട്രൈ ചെയ്യാൻ വേണ്ടി കുറേ പേര് വരുന്നതിന് അപ്പോൾ അത് വലിയ പേയ്മെൻറ്റോ വലിയ കാശ് പ്രൈസ് അതിന് കൊടുക്കാതെ ഒരു ഫാൻറ്റസി മീൽ കണക്ക് നമ്മളെ മെനുവിൽ ഒരു ഐറ്റം ആക്കി അതിനെ വെച്ച് എവിടെയും ആ ഒരു ഡിഷ് എവിടെയും നമ്മൾ മെയിൻലി കണ്ടിട്ടില്ല. ലോബ്സ്റ്റർ മന്തി എന്ന് പറഞ്ഞ് ലോബ്സ്റ്ററിനെ തന്നെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന വളരെ കുറവായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മളെ മസാലാസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കും വെളിച്ചെണ്ണയും ഒക്കെയാണ്. നമ്മൾ മെയിനായിട്ട് നമ്മളെല്ലാ കറികളിലും നമ്മൾ കോക്കനട്ട് ഓയിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കാശ്മീരി ചില്ലിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ UK കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ സ്പൈസ് ലെവലൊന്നും പെട്ടെന്ന് നമുക്ക് ശരീരത്തിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഓവർ സ്പൈസ്ഡ് ആയാലും നമുക്ക് കുറേ സ്റ്റൊമക്ക് ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ ഫ്ലേവറിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കാന്താരി ഫ്ലേവർ എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് ഇവിടെ കാന്താരി ചിക്കനും കാന്താരി ഫിഷ്, നമ്മളെ കാന്താരി ഫിഷ് എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം കാന്താരി ഗ്രേവി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതും ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളെ ഓൺ റെസിപ്പി തന്നെയായിരുന്നു. അത് ചായക്കടയുടെ ഓൺ റെസിപ്പി കാന്താരി ഫിഷ് എന്നും പറഞ്ഞ് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മെനുവിൽ ക്ലിക്കായി. നമ്മളെ ബ്രാഞ്ചിന് ഭയങ്കര മാർക്കറ്റിംഗ് സൈഡ് വെച്ച് നോക്കിയാൽ അതൊക്കെ ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് ഈ ലോബ്സ്റ്ററും ഈ കാന്താരിയും ചോദിച്ച് മാത്രം വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കുറേ വൈഡ് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടി. മെയിൻലി നമ്മൾ ക്വാളിറ്റി, അതായത് നമ്മളെ ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റി തന്നെയാണ് മെയിനായിട്ട് നമ്മളെ ചായക്കടയുടെ സ്പൈസസിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഗരം മസാലയൊന്നും നമ്മൾ പാക്കറ്റ് യൂസ് ചെയ്യുന്നില്ല. മെജോറിറ്റി നമ്മൾ ഹോൾ സ്പൈസസ് എല്ലാം പൊടിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, എല്ലാ ഹോൾ സ്പൈസസും നമ്മൾ ബൾക്ക് ബൈ ചെയ്ത് അത് നമ്മൾ തന്നെ പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പാല്, തേങ്ങ, എണ്ണ, വെളിച്ചെണ്ണയൊക്കെ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ഫുഡിൻ്റെ, ഫിഷ് ഐറ്റത്തിൻ്റെ എല്ലാം. പിന്നെ 100% സ്വന്തം മസാലക്കൂട്ടെന്ന് ഉപരി നമ്മൾ തന്നെ അത്രയും കെയർ എടുത്ത് നമ്മൾ തന്നെ ഓൺ മസാലാസ് നമ്മൾ ബ്രാഞ്ചിൽ തന്നെ മാക്സിമം പൊടിക്കാൻ ശ്രമിക്കാറുണ്ട്, പൊടിക്കുന്നുമുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ എല്ലാ ആഴ്ചയും ഓരോ ഐറ്റങ്ങളെങ്കിലും ഞങ്ങൾ മെനുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കും. ഓരോ ബ്രാഞ്ചിനും ഓരോ വെറൈറ്റി ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് നമുക്കൊരു സക്സസ് ആണ്. അതിൽ വന്നിട്ട് മൊത്തത്തിൽ വ്യത്യസ്തതയാണ് 100%. പിന്നെ ആ മെനു റിപ്പീറ്റിംഗ് ആയാൽ എല്ലാവർക്കും അത് പിന്നെ വരാൻ റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് കുറയുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം പുതിയ മെനു ഇറക്കിയാൽ റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് പിന്നെയും വരാൻ അവരും ഹാപ്പിയാണ്. ഇവിടെ വന്ന അടുത്തൊരു പുതിയ ഐറ്റം ട്രൈ ചെയ്ത ഐറ്റം തന്നെ ട്രൈ ചെയ്യേണ്ടി വരില്ല എന്നൊരു ഓപ്ഷൻ അവർക്ക് കിട്ടി ചായക്കടയിൽ നിന്ന്. അതാണ് മെയിൻ സംഭവം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇറക്കിയ ഹലാക്കിലെ പൊറോട്ട, അങ്ങനെ മുഷ്കിൽ മന്തി, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം നമ്മൾ ഓൺ എല്ലാം 100%. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പങ്കുവെച്ചത് ചായക്കടയുടെ കൊതിയൂറുന്ന ഭക്ഷണത്തിൻ്റെ സീക്രട്ടാണ്. പുതിയൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines.
Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ഈദ് വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള റെൻ്റൽ ഫ്ലോറിലെ കുറച്ച് അടിപൊളിയായിട്ടുള്ള യുണീക്ക് കളക്ഷൻസാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളുടെ എക്കണോമിക് കളക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പറക്കാട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള കളക്ഷൻസും വരുന്നുണ്ട്. എക്കണോമിക് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബഡ്ജറ്റൊക്കെ കുറച്ച് കുറവാണെങ്കിൽ ആ ഒരു രീതിയിൽ റെൻ്റ് ഔട്ട് ചെയ്യാവുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ചോക്കർ പ്ലസ് ഒരു ഹാങ്ങിങ് ഒക്കെ വരുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആൻറ്റിക് പീസ് തന്നെയാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു സെക്കൻഡ് മാലയായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു മിഡിലിൽ നിൽക്കാവുന്ന രീതിയിൽ വലിയ പെൻഡൻറ്റും റൂബി സ്റ്റോൺസും പോട്ട സ്റ്റോൺസും അതുപോലെ തന്നെ പൊൾക്കി സ്റ്റോൺസും റൂബി ഹാങ്ങിങ്സും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എമറാൾഡ് റൂബി മിക്സ് ചെയിനിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി മാലയാണ് വരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലെയർ മാല, ഡബിൾ സൈഡ് പെൻഡൻ്റൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പറക്കാട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡാണ്. അല്പം വെറൈറ്റി ആയിട്ട് ഗോൾഡൻ ബോൾസ് സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ലീഫി പാറ്റേണാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ യോജിക്കുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഹിപ്പ് ചെയിൻ വരുന്നുണ്ട്. അല്പം കൂടെ വലിയ പെൻഡൻ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹിപ്പ് ചെയിനും കൂടെ ഉണ്ട്. ഇനി ഇതിനെല്ലാം ചേരുന്ന രീതിയിൽ നമുക്ക് ബാംഗിൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജിംകാസ് വരുന്നുണ്ട്, വലിയ സ്റ്റഡ്സ് വരുന്നുണ്ട്. ഇനി ഇത് വേറൊരു ബ്രൈഡൽ സെറ്റാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴും നമ്മളുടെ എക്കണോമിക് കളക്ഷനിൽ വരുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബ്രോഡ് നെക്ക് ലൈനിൽ ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള നെക്ലേസും സിമ്പിളായിട്ടുള്ള ഒരു ലെയർ മാല കണ്ടോ. മറ്റൊരു പാറ്റേണിൽ വരുന്ന റൂബി ഗോൾഡൻ ബീഡ്സ് എല്ലാം ഹാങ് ചെയ്തിട്ട് റൂബി സ്റ്റോൺസൊക്കെ ഫിക്സ് ചെയ്ത് 3 ടോണും എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസ് വരുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ബോൾ ചെയിനിൽ കുറച്ച് ഫ്ലോറൽ പാറ്റേണും അല്പം റൂബി വർക്കെല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു ചെയിനായിട്ട് നമുക്ക് ലോങ് സെറ്റായിട്ട് യൂസ് ചെയ്യാം. കൂടാതെ നമ്മൾക്ക് വേണമെങ്കിൽ ഹിപ്പ് ചെയിനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന് എല്ലാം ചേരുന്ന രീതിയിലുള്ള മാച്ചിങ് ബാംഗിൾസ്, റിങ്സ്, പിന്നെ എന്താ പറയുക നെറ്റിച്ചുട്ടി, അല്ലെങ്കിൽ നമ്മളുടെ കാതിൽ നിന്ന് മുടിയിലേക്ക് പോകുന്ന വർക്കുകൾ, അങ്ങനെയുള്ള എല്ലാ ഹെയർ സെറ്റുകൾ എല്ലാം അവൈലബിളാണ് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള റെൻ്റൽ ഫ്ലോറിൽ. അപ്പോൾ ഇതെല്ലാം കാണുന്നതിന് ആയിട്ട് ഒരിക്കൽ എങ്കിലും തീർച്ചയായിട്ടും നമ്മളുടെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലോ ഇല്ലേ പറക്കാട് ജുവൽസിൻ്റെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും ഷോറൂമിൽ, തമിഴ്നാട്, ബാംഗ്ലൂർ, അല്ലെങ്കിൽ നമ്മളുടെ മലേഷ്യ, അതുപോലെ തന്നെ ഹൈദരാബാദ്, ഒട്ടേറെ ഷോറൂംസ് ഉണ്ട്. കൂടാതെ ഓൺലൈൻ ഷോപ്പിങ്ങും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ഏവർക്കും ഒരിക്കൽ കൂടി ഈദ് ദിനാശംസകൾ. തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അകത്തുള്ള ഗോസ്റ്റ് വില്ലയുടെ അടുത്താണ്. ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞാലല്ല, ഒരു പേപ്പറിൽ എഴുതി കാണിച്ചാൽ പേടിച്ച് ഓടുന്ന ഞാനാണ് ഗോസ്റ്റ് വില്ലയുടെ ഉള്ളിൽ നിൽക്കുന്നതും ഇനി അകത്ത് എന്തൊക്കെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ അഡ്വഞ്ചറും ഹൊററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ കുറച്ച് ധൈര്യം സംഭരിച്ച് നമുക്ക് പോയി നോക്കാം എന്നുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടുതൽ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഒരു ഹരം കളയുന്നില്ല. കൊച്ചുകുട്ടികൾ 8 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾ ഇതിനകത്ത് വരുന്നത് അത് പേരൻസിൻ്റെ തീരുമാനത്തിലേ ആവുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പോയി എത്ര ഗോസ്റ്റ് ഉണ്ട്, ആരൊക്കെ വരും എന്നൊന്ന് നോക്കാം അല്ലേ? നോക്കാം. ഇരുളും വെളിച്ചവും കലർന്ന വഴികളിൽ കാത്തിരിക്കുന്നത് നെഞ്ചുടിപ്പേറ്റുന്ന അവിസ്മരണീയ കാഴ്ചകളുടെ ഹൊറർ എക്സ്പീരിയൻസ് ഗോസ്റ്റ് വില്ല. ഗോസ്റ്റ് വില്ലയിൽ കൂടെ പോയി ഗോസ്റ്റിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും പേടിയുള്ള ഞാൻ നല്ല ധൈര്യമായിട്ട് ഗോസ്റ്റ് വില്ലയ്ക്കകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒട്ടും പേടിക്കാതെ സംശയിക്കാതെ ഈ ഹൊറിഫൈയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് അനുഭവിക്കാനായിട്ട് നേരിട്ട് വരിക. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഹാപ്പി എപ്പിസോഡ് കാട്ടിലൂടെയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള ജംഗിൾ സഫാരി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. പേര് പോലെ തന്നെ ജംഗിൾ സഫാരിയാണ്. കാട്ടിൻ്റെ അകത്തു കൂടെയുള്ള ഒരു യാത്ര. ഇവിടെ ഇനി അകത്തു പോകുമ്പോൾ എന്തെല്ലാം മൃഗങ്ങളാണ്, ഏതെല്ലാം പക്ഷികളാണ്, എന്തൊക്കെയാണ് എൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഡൈനോസർ കാണും, ചിലപ്പോൾ പാമ്പ് കാണും, അനക്കോണ്ട കാണും, ചിമ്പാൻസി കാണും, എന്ത് വേണമെങ്കിലും കാണും. എന്തായാലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കാട്ടിൻ്റെ അകത്തു കൂടെ പോകണം. ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ഇല്ലേ, ഡൈനോസോർ അതുപോലെയുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ കണ്ട് മനസ്സിലാക്കണം, തൊട്ട് അതിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ജംഗിൾ സഫാരി എന്നുള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിനകത്ത് പോകാം. ടോട്ടൽ ഒരു കാടിൻ്റെ ഒരു ഫീലാണ് ഇപ്പം എനിക്കകത്തുള്ളത്. നല്ല തണുപ്പും നല്ല ഇരുട്ടും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ കാടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണെന്ന്. കാടറിഞ്ഞുള്ള സാഹസിക സവാരിയായാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വനയാത്രയുടെ സന്തോഷം നിറയ്ക്കാം ജംഗിൾ സഫാരി. ജംഗിൾ സഫാരി കൂടി ഞാൻ പോയിട്ട് വന്നു. അത് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാട്ടിൽ പോകുന്ന ആ ജംഗിൾ സഫാരിയുടെ ആ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ വന്ന് തന്നെ കാണാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ലാൻഡിലേക്ക് വരിക, ഇവിടെയുള്ള ഗോസ്റ്റിനെയൊക്കെ കാണുക, ഇവിടെയുള്ള കാടിലൂടെയും മലയിലൂടെയും പുഴയിലൂടെയും ഒക്കെ കൂടി പോയി എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. This is Sukanya Jaram. We'll see you again with many more rides. Bye-bye. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewellers.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ഫ്രീ ആയിട്ടുള്ള നെക്ലസുകളാണ് കേട്ടോ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ സെറ്റ് വിത്ത് നോ സ്റ്റോൺ, ദറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഗോൾഡ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും എന്താണ് മാം ഇതിൻ്റെ കളേഴ്സാണോ ഡിഫറൻസ്? ദറ്റ് ഇസ് ഗോൾഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മെറ്റൽസ്, ദറ്റ് ഇസ് റോഡിയം, പലേഡിയം അങ്ങനത്തെ പോളിഷ് കൊടുത്തിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള കംപ്ലീറ്റ് വെഡ്ഡിങ് സെറ്റാണ് ഇന്ന് കാണിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് സിംഗപ്പൂർ കളക്ഷൻസ് എന്ന് പലയിടത്തും പറയും, കുവൈറ്റി എന്ന് പറയും, രാജ്കോട്ട്, പലയിടത്തും പല നെയിമാണ് കേട്ടോ. കംപ്ലീറ്റ്ലി സ്റ്റോൺ ഫ്രീ നെക്ലസ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി 5 പീസസ് ഉണ്ട്. 5 പീസസ് വരുന്ന ഒരു കംപ്ലീറ്റ് സെറ്റാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, വെരി അഫോർഡബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വെയിറ്റ് നോക്കാം. ഇതിൽ ഒരു നെക്ലസ് ഉണ്ട്, 3 ലെങ്തി മാലയുണ്ട്, ഒരു മിഡിൽ മാലയുണ്ട്, ആൻഡ് വി ഹവ് 4 ബാംഗിൾസ് ആൻഡ് ഇയർ റിംഗ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ആങ്ക്ലെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഫിംഗർ റിങ്സ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റഡും കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് ഇങ്ങനത്തെ പ്രോഡക്ട്സ്. ഇതിന് ഇഷ്ടമായ കളക്ഷൻസ് DCയിൽ അവൈലബിൾ ആണ്. സോ ഗൈസ് എവ്രി വൺ, ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ DC ജുവല്ലേഴ്സ് പ്രസൻ്റ്ലി തൃശ്ശൂരാണുള്ളത്. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, അതായത് KK കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ജൂബിലിയുടെ തൊട്ടടുത്താണ് DC ജുവല്ലേഴ്സ് കേട്ടോ. പിന്നെ ഗൂഗിളിൽ നോക്കിയാൽ നമ്മുടെ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് മാല വരുന്നത് ഏകദേശം 30 grams ഓഫ് ഗോൾഡ്. കണ്ടോ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 കളേഴ്സ് വിത്ത് റെഡ്, വൈറ്റ് ആൻഡ് ഗോൾഡ് ഫിനിഷ് ഇൻ 30 grams ഓഫ് ഗോൾഡ്. 30 gram ഗോൾഡ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മാലയാണ്. സെക്കൻഡ് വൺ ഇസ് ലെങ്തി മാല, ദറ്റ് ഇസ് ഒരു മിഡിൽ മാല ഇൻ 26 grams. ഒരു ബ്യൂട്ടിഫുൾ എംപോസ് 3D എഫക്റ്റ് ഉള്ള ഫ്ലവർ വരുന്നൊരു ബ്യൂട്ടിഫുൾ മാലയാണ്. നെക്സ്റ്റ് ഇസ് അനദർ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇൻ ജസ്റ്റ് 25. 3 പവനിലാണ് ലെയർ മാല കേട്ടോ. 3 പവനിലാണ് ലെയർ മാല വരുന്നത് ഇൻ 25 grams ഓഫ് ഗോൾഡ്. ദ ഫോർത്ത് വൺ ഇസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ മാല ഇൻ ജസ്റ്റ്, 4ാമത്തെ മാലയുടെ വെയിറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിന് വരുന്നത് ഏകദേശം ഈ പറഞ്ഞ പോലെ 40 gram ഗോൾഡാണേ. ഇനി അടിയത്തെ മാല വരുന്നതും ഇതുപോലെ തന്നെ 5 പവൻ. അപ്പോൾ ഒരു കംപ്ലീറ്റ് സെറ്റാണ്. ഇത് 43, ഇത് 40 grams, ഇത് വരുന്നത് 30. അങ്ങനെ എല്ലാം ലൈറ്റ് വെയ്റ്റിൽ വരുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോൺ ഫ്രീ ആയിട്ടുള്ള നെക്ലസുകളാണ്. കുവൈറ്റി കളക്ഷൻസ് എന്നാണ് എന്നെ വിളിക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ ബാംഗിൾസ് വരുന്നുണ്ട്. ബാംഗിൾസിൻ്റെ വെയിറ്റ് വരുന്നത് 21 grams ആണ്. 21 gramസിൻ്റെ 4 പീസാണ്. ദാറ്റ് ഇസ് ഒരു 2.5 പവൻ്റെ വരുന്ന 4 പീസുകൾ കേട്ടോ. പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഇയറിംഗ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വെഡ്ഡിംഗ് സെറ്റാണ്. പ്രീ ബുക്കിംഗ്സ് DCയിലും അവൈലബിൾ ആണ്. സോ ഗൈസ്, ഇഫ് യു ലുക്കിംഗ് ഔട്ട് ഫോർ മോർ കളക്ഷൻസ്, പ്ലീസ് ചെക്ക് ഔട്ട് our Instagram page for more collections, or please call in the below numbers. So it's Kirti Denny signing off until I come with the next video. Bye bye. പരിശുദ്ധി നിറഞ്ഞ വ്രതനാളുകളുടെ കടന്നുപോകുന്ന ഓരോ മനുഷ്യനും എത്തുന്നത് അള്ളാഹുലേക്ക്. റംലാൻ വരുന്നു എന്ന ഈ പരിപാടി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം focus123@gmail.com. റമദാൻ വിരുന്ന് 2025 പവർഡ് ബൈ ടോട്ടൽ അഷ്റസ്. വി സെക്യൂർ യുവർ ടുമോറോസ്. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK.